എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികളുടെ ഒരു വെല്ലുവിളി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. സീറോ മലബാർ സഭയുടെ ആരാധനക്രമ തനിമ വീണ്ടെടുക്കാൻ തടസ്സമായി നിൽക്കുന്നവരാണ്. ആരാധനക്രമ തനിമ വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ വെല്ലുവിളി നടത്തുന്നതാണ് ഇവിടുത്തെ വിരോധാഭാസം. 1599 ഉദയംപേരൂർ സമ്മേളനത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന വിശ്വാസ സഭാ സമൂഹം ലത്തീൻമേൽ അധികാരത്തിന് കീഴിലായി. ഉണ്ടായിരുന്ന പൗരസ്ത്യ സുറിയാനി ആരാധനക്രമ പൈതൃകം നഷ്ടപ്പെട്ട സമൂഹവുമായി. സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാന പുനരുദ്ധാരണത്തിന് വേണ്ടി 1934 ഡിസംബർ 1 മുതൽ റോം ഔദ്യോഗിക നടപടികൾ ആരംഭിച്ചു. സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട് 1934, 1962, 68, 69, 70, 1974, 1986, 1999, 2021, 2022, 2023 മുതലായ വർഷങ്ങൾ പ്രധാനപ്പെട്ടവയാണ്. സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണ രീതിയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പ 2021 ജൂലൈ 3 ഒരു രേഖ പുറപ്പെടുവിച്ചു. എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ പ്രസ്തുത രേഖ അംഗീകരിക്കുന്നില്ല. അർപ്പണ രീതിയുടെ ഏകീകരണത്തിന് പുറത്ത് ഭാവിയിൽ ഈ സഭയുടെ ആരാധനക്രമത്തിൽ ധാരാളം കാര്യങ്ങളിൽ ഏകീകരണം ഉണ്ടാവേണ്ടതുണ്ട്. അതിന്റെ തുടക്കമെന്ന നിലയിൽ മാർപ്പാപ്പ പുറപ്പെടുവിച്ചതാണ് 2021 ജൂലൈ 3 രേഖ. മാർപ്പാപ്പയെ പോലും അനുസരിക്കാത്ത സമൂഹമായി തീർന്നു എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ. അവർ തന്നെയാണ് ഈ സഭയുടെ തനിമ വീണ്ടെടുക്കാൻ ഇവിടെ തടസ്സമായി നിലനിൽക്കുന്നത്, ഇവിടെ വെല്ലുവിളി നടത്തുന്നതും. അതാണ് ഇവിടുത്തെ വിരോധാഭാസവും. ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന രീതിയാണ് എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ സീറോ മലബാർ സഭയിൽ പിന്തുടരുന്നതെന്ന് പറയാതെ വയ്യ.